നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യൻ ബൗളർമാർ കരുത്തു കാട്ടിയിരിക്കുകയാണ്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനെത്തിയ ബംഗ്ലാദേശിനെ ഇന്ത്യൻ ബൗളർമാർ എറിഞ്ഞൊതുക്കി. 35 റൺസിനിടെ ബംഗ്ലാദേശിന്റെ 5 പ്രധാന വിക്കറ്റുകളാണ് കൂടാരം കയറിയത്. മുഹമ്മദ് ഷമി ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നേടിയപ്പോൾ പിന്നാലെ എത്തിയവരെല്ലാം വിക്കറ്റുകൾ നേടി ബംഗ്ലാദേശിനെ വരിഞ്ഞു മുറുക്കുകയായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് അക്ഷർ പട്ടേലിന്റെ ബൗളിംഗ് ആണ്. 9ാം ഓവറിൽ പന്തെറിയാനെത്തിയ അക്ഷർ 2 വിക്കറ്റുകളാണ് ഇന്ത്യക്കായി നേടിയത്. ഓപ്പണർ തൻസിദ് അഹമ്മദിനെയും സീനിയർ താരം മുഷ്ഫിഖ് റഹീമിനെയുമാണ് അക്ഷർ പട്ടേൽ മടക്കി അയച്ചത്. ഹാട്രിക് നേടാനുള്ള സുവർണ അവസരം അക്ഷർ പട്ടേലിന് ലഭിച്ചതാണ്. എന്നാൽ നായകൻ രോഹിത് ശർമ്മയുടെ വലിയ പിഴവ് അക്ഷറിന്റെ ഹാട്രിക് മോഹം തകർക്കുകയായിരുന്നു. അക്ഷർ പട്ടേലിന് പന്തേൽപ്പിച്ചപ്പോൾ നായകൻ രോഹിത് ശർമ്മ പ്രതീക്ഷിച്ചത് തന്നെയാണ് നടന്നത്. 2ാം പന്തിൽ നിലയുറപ്പിച്ച തൻസിദ് അഹമ്മദിനെ അക്ഷർ പുറത്താക്കി. കട്ട് ഷോട്ടിന് ശ്രമിച്ച തൻസിദിന് പിഴച്ചപ്പോൾ വിക്കറ്റ് കീപ്പർ KL രാഹുൽ ഗംഭീരമായി പന്ത് കൈക്കലാക്കി. അക്ഷറിന് ഉറപ്പില്ലാതിരുന്ന വിക്കറ്റ് രാഹുലിന്റെ അപ്പീലിലാണ് ഇന്ത്യക്ക് ലഭിച്ചത്. പിന്നാലെ ക്രീസിലെത്തിയ മുഷ്ഫിഖ് റഹീമിനെയും അക്ഷറിന്റെ പന്തിൽ രാഹുൽ കൈക്കലാക്കി. 4ാം പന്ത് ഹാട്രിക് നേടാനുള്ള അവസരമാണ് അക്ഷറിന് തുറന്നു നൽകിയത്. ജാക്കർ അലി ക്രീസിൽ നിൽക്കുമ്പോൾ സ്ലിപ്പിൽ ഫീൽഡറായി രോഹിത്തും എത്തി. 2 സ്ലിപ്പ് ഉൾപ്പെടെ ബാറ്റ്സ്മാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇന്ത്യയുടെ തന്ത്രം ഫലം കാണുകയും ചെയ്തു. പ്രതിരോധത്തിന് ശ്രമിച്ച ജാക്കർ അലിക്ക് പിഴച്ചപ്പോൾ സൈഡ് എഡ്ജായി പന്ത് സ്ലിപ്പിലേക്ക്. ഫസ്റ്റ് സ്ലിപ്പ് നിന്ന രോഹിത്തിന് അനായാസമായി പന്ത് കൈക്കലാക്കാമായിരുന്നു. എന്നാൽ രോഹിത്തിന് ഇത് കയ്യിൽ ഒതുക്കാൻ സാധിക്കാതെ പോയി. ഇതോടെ നിർണായക ഹാട്രിക് അക്ഷറിന് നഷ്ടമാവുകയും ചെയ്തു. ബംഗ്ലാദേശിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാമായിരുന്നു എന്നതിലുപരി അക്ഷറിന്റെ ആദ്യ അന്താരാഷ്ട്ര ഹാട്രിക് എന്ന നേട്ടമാണ് രോഹിത്തിന്റെ പിഴവിൽ നഷ്ടമായത്. അക്ഷർ പട്ടേലിനെയും ഇന്ത്യൻ താരങ്ങളെയും ഒരുപോലെ നിരാശരാക്കുന്ന പിഴവാണ് രോഹിത് ശർമ്മ വരുത്തിയത്. ക്യാച്ച് നഷ്ടമായതിനു പിന്നാലെ നിലത്തടിച്ചാണ് രോഹിത് നിരാശ പങ്കുവച്ചത്. പിന്നാലെ അക്ഷർ പട്ടേലിനോട് രോഹിത് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ഈ ഓവറിന് ശേഷവും രോഹിത്തിന് ഈ നിരാശ വിട്ടുമാറിയില്ലെന്ന് പറയാം. ഇടയ്ക്കിടെ ഈ പിഴവോർത്ത് രോഹിത് നിരാശപ്പെടുന്നത് കാണാനും സാധിക്കുമായിരുന്നു. തുടക്കത്തിലെ മികച്ച ഫീൽഡിംഗ് കാഴ്ചവെച്ച ഇന്ത്യക്ക് പിന്നീട് നിരവധി പിഴവുകൾ സംഭവിച്ചു. കുൽദീപ് യാദവിന്റെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യ ക്യാച്ച് പാഴാക്കി. അല്പം പ്രയാസമുള്ളതാണെങ്കിലും ഹാർദിക്കിനെ പോലൊരു ഫീൽഡർക്ക് അനായാസമായി എടുക്കാനാകുന്ന ക്യാച്ച് ആയിരുന്നു അത്. മികച്ച ക്യാച്ചുകൾ നേടി രാഹുൽ പിന്നീട് സ്റ്റംപിംഗ് അവസരം പാഴാക്കി. റൺഔട്ട് അവസരങ്ങളും മുതലാക്കാൻ ഇന്ത്യക്ക് സാധിക്കാതെ പോയി. ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയുടെ പിഴവ് സ്വാഭാവികമായി ക്രിക്കറ്റിൽ സംഭവിക്കുന്നതാണ്. എന്നാൽ അക്ഷറിന്റെ ഹാട്രിക് നഷ്ടമായത് ആരാധകരെയും നിരാശരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ രോഹിത്തിനെതിരെ വിമർശനവും ഉയരുന്നുണ്ട്. സ്ലിപ്പിൽ കോഹ്ലിയെയും ഗില്ലിനെയും നിർത്തിയാൽ മതിയായിരുന്നുവെന്നും ശ്രേയസ് അയ്യർ ആയിരുന്നെങ്കിൽ അത് കൈക്കലാക്കുമായിരുന്നുവെന്നുമാണ് ആരാധകർ പ്രതികരിക്കുന്നത്. എന്നാൽ അക്ഷറിന്റെ ഭാഗ്യക്കേടായി ഇത് പറയാം. എന്തായാലും രോഹിത്തിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത്.